ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ ആക്രമണത്തിന് US യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ വ്യോമപാത ഉപയോഗിച്ചുവെന്ന അഭ്യൂഹങ്ങളിൽ വ്യക്തത വരുത്തി കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ വ്യോമപാത US ഉപയോഗിച്ചിട്ടില്ലെന്നും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമാണെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വ്യക്തമാക്കി. സൈനിക നടപടിക്ക് അമേരിക്ക തെരഞ്ഞെടുത്ത വ്യോമപാത എന്തായിരുന്നുവെന്ന് ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ ഡാൻ കെയ്ൻ വിശദീകരിച്ചതാണെന്നും PIB കൂട്ടിച്ചേർത്തു. ജൂൺ 22 ഇറാൻ സമയം പുലർച്ചെ 2 മണിയോടെയാണ് അമേരിക്ക ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയത്. ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്നായിരുന്നു സൈനിക നടപടിക്ക് അമേരിക്ക നൽകിയ പേര്. B-2 ബോംബർ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് അമേരിക്ക പറഞ്ഞു. 18 മണിക്കൂർ പറന്നാണ് ലക്ഷ്യസ്ഥാനത്തെത്തിയതെന്നും അമേരിക്ക അറിയിച്ചു. വിമാനങ്ങൾ ഇറാൻ വ്യോമാതിർത്തിയിലെത്തിയ സമയത്ത് അന്തർവാഹിനിയിൽ നിന്ന് മിസൈലുകൾ പായിച്ച് ആക്രമണം നടത്തി. ഇസ്ഫഹാനിലും സമാന രീതിയിൽ ആക്രമണമുണ്ടായി. 2 ഡസനിലധികം മിസൈൽ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത്. B-2 ഉപയോഗിച്ച് നടത്തുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ ആക്രമണമാണിത്. B-2വിന് പുറമെ ടോമഹോക്ക് ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ചതായും അമേരിക്ക അവകാശപ്പെട്ടു. ഓപ്പറേഷൻ പൂർത്തിയാക്കി 20 മിനിറ്റ് കൊണ്ട് വ്യോമാതിർത്തി കടന്നതായും അമേരിക്ക അറിയിച്ചു. അമേരിക്കൻ ആക്രമണത്തെ അപലപിച്ച് നിരവധി രാജ്യങ്ങൾ രംഗത്ത് വന്നിരുന്നു. അറബ് രാഷ്ട്രങ്ങളായ സൗദി അറേബ്യ, ഒമാൻ, ഖത്തർ എന്നിവർ അമേരിക്കയുടെ ഇടപെടലിനെ രൂക്ഷമായി വിമർശിക്കുകയും വരാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾക്കുള്ള മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. ആക്രമണത്തെ അപലപിച്ച് ക്യൂബ, ചൈന, ചിലെ, വെനസ്വേല തുടങ്ങിയ രാജ്യങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളെ തങ്ങൾ സംരക്ഷിക്കുമെന്നും അതിന് അധികാരമുണ്ടെന്ന് കരുതി മനുഷ്യത്വത്തിനായി ഉണ്ടാക്കിയ നിയമലംഘനം നടത്താൻ അനുവദിക്കില്ലെന്നുമായിരുന്നു ചിലെ പ്രസിഡന്റ് ഗബ്രിയേൽ ബോറിക് പറഞ്ഞത്. അമേരിക്കയോടും ഇറാനോടും ഇസ്രയേലിനോടും നയതന്ത്ര സംഭാഷണത്തിനും സമാധാനത്തിനും അടിയന്തരമായി ആഹ്വാനം ചെയ്തുകൊണ്ടാണ് മെക്സിക്കോ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന പുറത്തിറക്കിയത്. ഓസ്ട്രേലിയയും ന്യൂസിലൻഡും നയതന്ത്ര പരിഹാരത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്.